മഹാനാ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഹബീബായ നബിയാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട് പറഞ്ഞതാണ്, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. മരിച്ചവരെ ജീവിപ്പിക്കേ അള്ളാഹു അല്ലേ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ആൾ. എനിക്ക് കഴിവ് വന്നിട്ടുണ്ട്, ഞാൻ ജീവിപ്പിക്കാം. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹത്തിന്റെ സംസാരമാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹം പറയുകയാണ്, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ജീവിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയുന്ന സംസാരം കേട്ടാൽ നമ്മളൊക്കെ കരുതണം ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒരാളും മരണപ്പെട്ടിട്ടില്ല എന്ന്. കാരണം മരണപ്പെട്ട മുഴുവൻ ആളുകളെയും ഈസാ നബി അലൈഹി ഇസ്ലാം കൊണ്ടുവാ ഞാൻ ജീവിപ്പിച്ചു തരാ എന്ന് പറഞ്ഞ് അദ്ദേഹം ജീവിച്ച് കൊടുത്തുകൊണ്ടേ ഉണ്ടായിരുന്നു. അത് മാത്രല്ല, ഇദ്ദേഹം എന്തിനാണ് ഇതൊക്കെ തെളിവ് പിടിക്കുന്നതെന്ന് അറിയോ? മരണപ്പെട്ട ആളുകളോട് നമുക്ക് വിളിച്ച് നമ്മൾ ആവശ്യങ്ങൾ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വരുമ്പോ ഒക്കെ ചോദിക്കാൻ ഈ ഒരു വിഷയം തെളിവാക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു കാര്യം, എന്നാൽ സമസ്തക്കാർ ഇന്ന് മരണപ്പെട്ടിട്ടാകുമ്പോക്ക് എന്തിനാണ് കൊണ്ടുപോയി മറമാടുന്നത്? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് ജീവിപ്പിക്കാൻ പറഞ്ഞാൽ തീർന്നില്ലേ? അപ്പൊ ഒന്നെങ്കിൽ ഇദ്ദേഹത്തിന് പറയുന്ന കാര്യത്തിൽ ഇദ്ദേഹത്തിന് വിശ്വാസമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഖുർആനിൽ വിശ്വാസമില്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവം? അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ആൽ ഇംറാന്റെ 49-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഈ വിഷയം. അതേപോലെ തന്നെ സൂറത്തുൽ മാഇദയിലെ 110-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഈസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞ സന്ദർഭം, മറിയമിന്റെ മകനായ ഈസ തൊട്ടിലിൽ വെച്ചും മധ്യവയസ്സനായിരിക്കെയും നീ ജനങ്ങളോട് സംസാരിക്കവേ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, എന്റെ അനുമതി പ്രകാരം നീ മരണപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരുന്ന സന്ദർഭം, അഥവാ തുഖ്രിജു, അഥവാ പുറത്തു വിളിക്കും. അപ്പോഴേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ദൃഷ്ടാന്തം എന്ന നിലയിൽ ആ മരണപ്പെട്ട ആൾക്ക് അള്ളാഹു ജീവൻ കൊടുക്കും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും ഈ മരണപ്പെട്ട ആളുകളെ. അതല്ലാതെ ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിപ്പിക്കുന്നല്ല. അവിടെ ഈസാ നബി അലൈഹി ഇസ്ലാം അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി വിളിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ജീവൻ നൽകി എന്ത് ചെയ്യും? അവര് തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇതൊക്കെ സത്യനിഷേധികൾ, ഇതൊക്കെ ഈ തെളിവുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പോലും ആ സത്യനിഷേധികൾ ഇതൊക്കെ മാരണമാണെന്ന് പറഞ്ഞ് അവർ നിഷേധിച്ചിരുന്നില്ലോ എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല താങ്കൾക്ക് നൽകിയ അനുഗ്രഹമാണല്ലോ എന്നുള്ള രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്. എന്നാൽ ഇവര് ഈ മുഅ്ജിസത്തിനെ എന്താണ് പറയുന്നുള്ളത്? പ്രവാചകന്മാർക്ക് കൊടുത്തു വെച്ച കഴിവാണ്. അവർക്ക് യഥേഷ്ടം ഇഷ്ടാനുസരണം അവർക്ക് ഏത് അവസരത്തിൽ വേണമെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും. നഊദു ബില്ലാ. അദ്ദേഹം പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, മുഅ്ജിസത്ത് കറാമത്തൊക്കെ പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ കൊടുക്കുന്നതാണ്. മഹാത്മാക്കൾക്ക് ഒരു കഴിവ് അതിൽ പ്രത്യേകിച്ച് അവർ വിചാരിക്കാൻ നടക്കുന്ന കാര്യമില്ല എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന്. ഇനി നമുക്ക് അമ്പലക്കടവ് ഫൈസിയോട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തായാലും അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമ് തുറന്നു നോക്കുന്നത് തന്നെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്, ഷിർക്കിന് വേണ്ടി തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നാട്ടുകാരുടെ ചോറും തിന്ന് നിങ്ങൾ പള്ളി ദർസുകൾ പഠിച്ച നിങ്ങളുടെ ശറഉൽ അഖായിദ എന്നുള്ള പുസ്തകമുണ്ടല്ലോ, ആ പുസ്തകത്തിൽ നിങ്ങൾ എന്താണ് എഴുതിച്ചത്? 134-ാമത്തെ പേജിൽ നിങ്ങളൊന്ന് മറിച്ചു നോക്കൂ. നിഷേധികൾ വെല്ലുവിളിക്കുന്ന സന്ദർഭത്തിൽ സമാനമായത് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ലെന്ന് തെളിയിക്കുന്ന രൂപത്തിൽ പ്രവാചകത്വം വാദിക്കുന്ന ആൾ മുഖേന പ്രകടമാക്കുന്ന, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രകടമാക്കുന്ന അസാധാരണ സംഭവത്തിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുക എന്ന്. അതേപോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. 40-ാമത്തെ അധ്യായം 78-ാമത്തെ വചനം, അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ ഒരു പ്രവാചകനും ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാവുന്നതല്ല. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരു അധ്യായത്തിൽ പറയുകയാണ്, 6-ാമത്തെ സൂറത്തിൽ 109-ാമത്തെ വചനം, തങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തവും വന്നു കിട്ടുന്ന പക്ഷം അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യുന്നു. അവർ അള്ളാഹുവിന്റെ പേരിൽ തങ്ങളെ കൊണ്ടാവും വിധം ഉറപ്പിച്ച് സത്യം ചെയ്തു പറയുക, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിൽപ്പെട്ട കാര്യം മാത്രമാണ്. അപ്പോ അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരു അധ്യായത്തിൽ പറഞ്ഞു, സത്യനിഷേധികൾ ഒരുപാട് സ്ഥലത്ത് പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്നുണ്ട്, പല ദൃഷ്ടാന്തങ്ങളും നിങ്ങൾ കൊണ്ടുവരുമോ, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. അപ്പൊ അവർ കൊടുക്കുന്ന ഒരു മറുപടി നോക്കൂ. അവരിലേക്കുള്ള ദൈവദൂതന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെയുള്ള മനുഷ്യർ മാത്രമാകുന്നു, എങ്കിലും അള്ളാഹു തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരുടെ ഔദാര്യം കാണിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ അവരെ തിരഞ്ഞെടുക്കുന്നു. ചില സാഹചര്യങ്ങളിൽ അവരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഔദാര്യം എന്ന നിരക്കിൽ മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കുന്നു, അവരിൽ വിശ്വസിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാത്ത നിങ്ങൾക്ക് ഏതൊരു തെളിവും കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ 14-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനമാണ്. ഇനി ഇതേ വിഷയം തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് കേൾക്കൂ.
മരണപ്പെട്ട ജീവിച്ചിരിക്കുന്ന ആളുകൾക്കോ ഇനി ഒരാൾക്കും ഒരു പ്രവാചകനോ ഒരു സൃഷ്ടിക്കും ഒരു കഴിവും അള്ളാഹു കൊടുത്തു വെച്ചിട്ടില്ല. പുത്രൻ ഈസാ നബി അലൈഹിസ്സലാം ഇല്ലാ റസൂലും ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. ആ ഈസാ നബിയുടെ സ്ഥാനം വെച്ച് കൊടുത്തേ പറ്റൂ. ഇല്ലാ റസൂൽ, അപ്പോൾ അല്ലാഹു പറഞ്ഞ റസൂലാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, അതിനു മുമ്പും മുർസലീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. وقال المسيح ഈസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. റബ്ബീ വറബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, എന്നെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, അവനാണ് അല്ലാഹ്, അവനെ നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, വല്ലവനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം. അല്ലാഹുവിന്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം അല്ലാഹു നിശ്ചയമായും ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിൽസാലിമീന മിൻ അൻസാർ, ഈ ശിർക്ക് കൊണ്ട് ദുൽമ ചെയ്യുന്ന അല്ലാഹുവിന് തുല്യനായി ഏതെങ്കിലും ഒരു വ്യക്തി, അത് ഈസാ നബി അലൈഹി സ്വലാം ആണെങ്കിലും, ഈസാ നബി ചില്ലറക്കാരനല്ല, മരിച്ച മയ്യത്തിനെ ഹയാത്താക്കുന്ന മുഅ്ജിസത്ത് കാണിച്ച പ്രവാചകനാണ്, റസൂലാണ് ഈസാ നബി അലൈഹി സ്വലാം. വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി കാണിച്ചു കൊടുത്ത മുഅ്ജിസത്ത് കാണിച്ച ആളാണ് ഈസാ നബി അലൈഹി സ്വലാം. അന്നീ അഖ്ലുഖു ലക്കും മിന തയ്രി കഹയ്യത്തി തയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു തയ്റൻ ബിഇദ്നില്ലാഹ്, കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി ഊതി പക്ഷിയായി പറപ്പിച്ച് കാണിച്ചു കൊടുത്ത നബിയാണ് ഈസാ നബി അലൈഹി സ്വലാം. ആ ഈസാ നബി അലൈഹി സ്വലാമിന്റെ പേരിൽ അല്ലാഹുവിന് ഉള്ള എന്തെങ്കിലും ഒരു വിശേഷണം ഈസാ നബി അലൈഹി സ്വലാമിന് ആരെങ്കിലും ചാർത്തിയാൽ, ആരെങ്കിലും വിശേഷിപ്പിച്ചാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറയാണ് വമാ ലിൽസാലിമീന മിൻ അൻസാർ, ഏത് ശിർക്ക് ചെയ്യുന്നവരാണെങ്കിലും, ശിർക്ക് വിശ്വസിക്കുന്നവരാണ്, ശിർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമാണല്ലോ, ശിർക്ക് ബഹുദൈവ വിശ്വാസമാണ്, ശിർക്ക് ഏകദൈവ വിശ്വാസമാണ് തൗഹീദ്. അങ്ങനെ ഒരുത്തന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നാൽ ഒരു സഹായിയും അവനില്ല, ഒരു നബിയും സഹായിക്കൂല, ഒരു വലിയും സഹായിക്കൂല, ഒരു മലക്കും സഹായിക്കൂല. അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാളെ സഹായം കിട്ടൂലല്ലോ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. ഒന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എങ്ങനെയാണ് നമ്മൾ തെളിവുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത്. വീണ്ടും ചിന്തിച്ചു നോക്കൂ, എങ്ങനെ ഇവർ സത്യത്തിൽ നിന്ന് തിരിക്കപ്പെട്ടു പോകുന്നത്, എന്റെ ഇവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം അത് വകവെച്ച് കൊടുത്തേ പറ്റൂ. അള്ളാഹു മാത്രമാണ് ഖാലിഖ്, അള്ളാഹു മാത്രമാണ് പടച്ചവൻ, അള്ളാഹു മാത്രമാണ് സട്ടാവ്. വേറെ ഒരാൾക്കും ഇവിടെ എന്റെ ഈ കൈവിരൽ ഉയർത്തുന്നത് പോലും അള്ളാഹു സൃഷ്ടിച്ചിട്ടല്ലാതെ എന്നെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഞാൻ അതുമായി ഇടപെടുമ്പോൾ അള്ളാഹു അത് സൃഷ്ടിച്ചു തരണം. അതാണ് സുന്നത്തുമായത്. സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാൻ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം, പരിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ ഓതി അന്നീ അഖ്ലുഖു ലക്കും മിന തയ്രി എന്ന് ഓതി. അതിന്റെ നേരെ അർത്ഥം ഞാൻ കളിമണ്ണിനാൽ സൃഷ്ടിക്കും എന്നാണ്. അവിടെ ഉദ്ദേശം ആ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ അല്ല, ഞാനത് രൂപപ്പെടുത്തും എന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഖൽഖ് എന്ന വാചകമാണ്. അപ്പോൾ സഹോദരങ്ങളെ കൃത്യമായി കേട്ടല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്താണ് പറയുന്നത്. അവിടെ ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിപ്പിക്കും എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശദീകരിച്ചു തരുന്നുണ്ട് നമുക്ക്. സൂറത്തുൽ മാഇദയുടെ 110-ാമത്തെ ആയത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അവിടെ എന്റെ അനുമതി പ്രകാരം നീ മരണപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരുന്ന സന്ദർഭത്തിലും, അഥവാ ഈസാ നബി അലൈഹി സ്വലാം മരണപ്പെട്ട ആളുകളെ തിരിച്ചു വിളിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ ജീവൻ നൽകും എന്നുള്ള രൂപത്തിലാണ്. എന്നാൽ ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരും അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഖുസൂസിയത്തിൽപ്പെട്ട ഇലാഹിന് മാത്രം ഖവാസാക്കപ്പെട്ട കാര്യമാണ്. ആ കാര്യം ഒരു സൃഷ്ടികൾക്കുമില്ല. മരിക്കാനും ജീവിപ്പിക്കാനും കഴിവുകൾ മറ്റുള്ളവർക്ക് ഉണ്ട് എന്ന് വകവെച്ച് കൊടുത്താൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അവർ ശിർക്ക് വെക്കുന്ന ആളുകളാണ്. എന്നാൽ ഈ കാര്യം ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു തആല തന്നെയാണെന്ന് മക്ക മുശ്രിക്കുകൾ പോലും സമ്മതിച്ചിരുന്നു. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പുറപ്പെടുവിപ്പിക്കുന്നതും ആരാണ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്, അവർ പറയും അള്ളാഹു എന്ന്. ആര്? മക്കത്തെ മുശ്രിക്കുകൾ പറയും. സൂറത്ത് യൂനുസിന്റെ 31-ാമത്തെ വചനാണ്. എന്നാൽ ഇന്ന് സമസ്തയിലെ ആളുകൾ എന്താണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്? ഈസാ നബി അലൈഹി സ്വലാമിന് ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട്, ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്ന മരണപ്പെട്ടു പോയ ആളുകളാണ്. എന്നാൽ അമ്പലക്കടവ് ഫൈസിയോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഈസാ നബി അലൈഹി സ്വലാമിന് മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നല്ലേ നിങ്ങളെ വാദം? മരണത്തിന് ശേഷവും കറാമത്തും മോചിതത്തും ഉണ്ട്. അവരോട് ചോദിക്കാം. ആ കറാമത്തും മോചിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ പറയാറുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ മരണപ്പെട്ട ആളുകളെ കൊണ്ടുപോയി മറമാടുന്നു? എന്തുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാമിനെ വിളിച്ചുകൊണ്ട് അവർക്ക് പുനർജീവനം നിങ്ങൾ നൽകുന്നില്ല? നിങ്ങൾ മറുപടി പറയണം. ഒന്നെങ്കിൽ നിങ്ങൾ ഖുർആൻ ദുർവ്യാഖ്യാനമാണ് ചെയ്യുന്നതെന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ വിശ്വാസമില്ല എന്ന് നിങ്ങൾ പറയണം. ഇത് രണ്ട് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അബദ്ധത്തിലാണ് ചാടുന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ വിശ്വാസം, അഖീദ ആദ്യം ശരിയാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.